ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ അന്തിമഘട്ടത്തിലെത്തിയെന്ന അവകാശവാദവുമായി വീണ്ടും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം ഇതിനകം തന്നെ വിജയിച്ചുവെന്നും ഭരണമാറ്റമെന്ന ലക്ഷ്യം കൈവരിച്ചെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ തെഹ്റാൻ ഇക്കാര്യം നിഷേധിക്കുകയാണ്. സമാധാന ശ്രമങ്ങൾക്കിടയിലും ഇറാനു നേരെ US ഇസ്രായേൽ സംയുക്ത ആക്രമണം തുടരുകയാണ്. തെക്കൻ ടെഹ്റാനിലെ സിവിലിയൻ കേന്ദ്രങ്ങൾക്കു നേരെ നടത്തിയ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും 28 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലിനു നേരെയും മിഡിൽ ഈസ്റ്റിലെ US താവളങ്ങൾക്കു നേരെയും ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നുണ്ട്. അതിനിടെ പശ്ചിമേഷ്യയിൽ 1000 അമേരിക്കൻ സൈനികർ കൂടി എത്തും. യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി US ഇറാൻ പ്രതിനിധികൾ ഈ ആഴ്ച മുതൽ ഇസ്ലാമാബാദിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് നയതന്ത്ര വൃത്തങ്ങൾ സൂചന നൽകിയിട്ടുണ്ട്. 3 ആഴ്ചയിലധികമായി നടക്കുന്ന അമേരിക്കൻ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ ഇറാന്റെ ഒട്ടുമിക്ക മുതിർന്ന നേതാക്കളും കൊല്ലപ്പെടുകയും സൈനിക ശേഷിയുടെ വലിയൊരു ഭാഗം നശിപ്പിച്ചതായും ട്രംപ് പറഞ്ഞു. ഞങ്ങൾ ശരിയായ നേതാക്കളോടാണ് സംസാരിക്കുന്നത്. അവർ ഒരു കരാറിൽ എത്താൻ ഏറെ ആഗ്രഹിക്കുന്നു. ഓവൽ ഓഫീസിൽ വെച്ച് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈജിപ്ത്, പാകിസ്ഥാൻ, തുർക്കി എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ വെടിനിർത്തലിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതേസമയം പശ്ചിമേഷ്യൻ യുദ്ധഭീതി അതിരൂക്ഷമായി തുടരുന്നതിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തെക്കുറിച്ചും ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചും ഇരുവരും സംസാരിച്ചതായാണ് വിവരം. ഫെബ്രുവരി 28-ന് US-ഉമായി ചേർന്ന് ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയുണ്ടായ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ഇരുവരും തമ്മിൽ ഫോണിൽ ബന്ധപ്പെടുന്നത്. ട്രംപ് തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നെന്നും പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ പുരോഗതി വരുത്തുന്നതിനായി എന്തെല്ലാം ചെയ്യാമെന്നതടക്കമുള്ള കാര്യങ്ങൾ സംസാരിച്ചിരുന്നുവെന്നും മോദി എക്സിൽ കുറിച്ചു. ഇങ്ങനെയായിരുന്നു ആ പോസ്റ്റ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. നിലവിലെ പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ പുരോഗതി വരുത്താൻ എന്തെല്ലാം ചെയ്യാമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. സമാധാനത്തിനായി തുടക്കം മുതലേ നിലകൊണ്ട രാജ്യമാണ് ഇന്ത്യ. ഹോർമൂസ് കടലിടുക്ക് തുറന്നുകൊടുക്കേണ്ടത് ലോകത്തിന്റെ തന്നെ ആവശ്യമാണ്. സമാധാനത്തിനും സുസ്ഥിരതയ്ക്കുമായി ബന്ധം തുടരാമെന്ന് ഞങ്ങൾ സമ്മതിച്ചു. ഇതായിരുന്നു ആ പോസ്റ്റിലുണ്ടായിരുന്നത്. US-ഉം ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് പാകിസ്ഥാൻ സൈനിക നേതൃത്വമാണ് മധ്യസ്ഥത വഹിക്കുന്നത്. സൈനിക മേധാവി അസീം മുനീർ ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചതായി വൈറ്റ് ഹൌസ് വൃത്തങ്ങളും സ്ഥിരീകരിച്ചിരുന്നു. ട്രംപും മുനീറും തമ്മിലുള്ള ഫോൺ കോളിന് പിന്നാലെ പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ഇറാൻ പ്രസിഡന്റുമായി സംസാരിച്ചെന്നും നയതന്ത്രത്തിന്റെ അടിയന്തര ആവശ്യതയെക്കുറിച്ച് ഇരുവരും സമ്മതിച്ചെന്നും ഇതു സംബന്ധിച്ചുള്ള ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇസ്ലാമാബാദിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ട്. എന്നാൽ ചർച്ചയിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് ആര് പങ്കെടുക്കുമെന്നതിൽ സ്ഥിരീകരണമൊന്നുമില്ല. ഏറ്റവും സാധ്യതയുള്ളത് ഇറാന്റെ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിഫാണെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ രാജ്യസഭയിൽ പ്രസ്താവനയുമായി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. സമാധാനത്തിന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ലോക്സഭയിലും പ്രസ്താവന നടത്തിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം ലോകത്ത് ആശങ്ക സൃഷ്ടിച്ചുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യുദ്ധം ആരംഭിച്ച ശേഷം 3.75 ലക്ഷം ഇന്ത്യക്കാർ മടങ്ങി. 3 ആഴ്ചയായി തുടരുന്ന യുദ്ധം ലോകത്താകെ ഊർജ്ജ പ്രതിസന്ധിക്ക് ഇടയാക്കുന്നുവെന്നും ഇന്ത്യയിലും ഇത് ആശങ്കയുണ്ടാക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. 1 കോടി ഇന്ത്യക്കാർ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുണ്ട്. പാർലമെന്റിൽ നിന്ന് സമാധാനത്തിന്റെയും സംവാദത്തിന്റെയും സന്ദേശം ഒറ്റക്കെട്ടായി പോകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സാമൂഹ്യദ്രോഹികൾ പശ്ചിമേഷ്യൻ സംഘർഷത്തെ മുതലെടുക്കുമെന്നും മോദി മുന്നറിയിപ്പ് നൽകി. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും അടക്കം തടയാനുള്ള മാർഗങ്ങൾ സംസ്ഥാന സർക്കാരുകൾ കൈക്കൊള്ളണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ഈ പ്രതിസന്ധിക്കിടയിലും ഉയർന്ന സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിക്കുക എന്നതാണ് നമുക്ക് മുന്നിലുള്ള ഉത്തരവാദിത്തമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.